വാപ്പാപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അത് ഉത്തരാഖണ്ഡിലായിരുന്നു. അതേ ഗ്രാമത്തിൽ പ്രേംനാഥ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ പ്രവീൺ മാഗി വ്യാപാരം ചെയ്യുന്നു. പറയണമെങ്കിൽ പ്രവീൺ ഒരു എഞ്ചിനീയർ ആണ്. പക്ഷെ ഒരു ജോലിയും കിട്ടാത്തത് കൊണ്ട് മാഗി സ്റ്റാൾ തുടങ്ങി മാഗി വിൽക്കാൻ തുടങ്ങി. പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ അച്ഛനെയും കൃഷിയിൽ സഹായിക്കുമായിരുന്നു. ഒരു ദിവസം, ഞാൻ നിന്റെ അടുത്ത് ആദ്യം പറഞ്ഞതല്ലേ നീ പഠിത്തം ചെയ്യണ്ടെന്ന്. എന്റെ എല്ലാ വയലും ഞാൻ അടമാനം വെച്ചിട്ടാണ് നിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്. പക്ഷെ നിനക്ക് ഇപ്പോൾ ജോലിയും കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ഥലം തിരിച്ചു വാങ്ങിക്കുക? എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അതിൽ എങ്ങനെയാച്ചാ എന്റെ തെറ്റാവുക? ഞാൻ ജോലി കിട്ടാൻ എത്ര കഷ്ടപ്പെടുന്ന അറിയോ? പക്ഷെ നീ ആണെങ്കിൽ ഇപ്പോൾ മാഗി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതേ നീ സിറ്റിയിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്താൽ നിനക്ക് കുറച്ചെങ്കിലും പണം കിട്ടുമല്ലോ. നമ്മുടെ വ്യാപാരം നമ്മുടെ ഇഷ്ടം പോലെ നടക്കുവച്ചാ. നമ്മൾ വിചാരിക്കുമ്പോൾ തുറക്കാം. ആരും ഒന്നും ചോദിക്കുകയില്ല, ആരും ഒന്നും പറയുകയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയ മാഗി കട വെച്ചിരിക്കുന്നത്. പ്രവീണും അവന്റെ അച്ഛനും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ജമീന്ദാർ തന്റെ മകൻ രഘുവിനെയും വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. എനിക്ക് എൻ്റെ പണം തിരിച്ചു തരൂ. ഞാൻ എവിടുന്ന് പോയേക്കാം. അത് എന്താണെന്ന് വെച്ചാൽ മുതലാളി, ഞങ്ങൾക്ക് ഇന്നും പണം ശരിയായിട്ടില്ല. ഞങ്ങളും പണം ശരിയാക്കാൻ വേണ്ടി കുറേ ശ്രമം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് മുമ്പേ അറിയാം, ഞാനിന്ന് വെറും കൈവീശിയിട്ട് പോകുമെന്ന്. പക്ഷേ ഇന്ന് അങ്ങനെ സംഭവിക്കില്ല. രഘു, ഇവര് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെക്ക്. ഒരു ചെരുപ്പ് കൂടെ പാടില്ല, എല്ലാം വെച്ചേക്ക്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം അച്ഛാ. അവരുടെ ഷർട്ട് പോലും ഞാൻ വിടുന്നില്ല. രഘു വീട്ടിനകത്തേക്ക് കേറി അവരുടെ വീട് മൊത്തം തകർത്തു. പിന്നെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വീട്ടിന് പുറത്ത് വലിച്ചെറിഞ്ഞു. അച്ഛാ, നിങ്ങൾ വാക്ക് കൊടുത്താൽ അവന്റെ ആ മാഗി കട പോലും ഞാൻ എടുത്തു വയ്ക്കാം. എഞ്ചിനീയർ പഠിച്ചിട്ട് നീ മാഗി കട വെക്കുകയാണ്. നാണമില്ലേ? താ ആ മാഗി കടയും തന്നേക്ക്. ഇല്ലല്ല, അങ്ങനെ ചെയ്യല്ലേ. ഇല്ല, ഞങ്ങൾക്ക് വല്ലാതെ കഷ്ടമാകും. ഞാൻ എന്റെ അച്ഛനും വിശപ്പിൽ തന്നെ മരിച്ചു പോവും. അങ്ങനെ ചെയ്യല്ലേ. പ്രവീൺ എത്രയോ കെഞ്ചി ചോദിച്ചിട്ടും അവൻ പറയുന്നത് ആരും കേട്ടില്ല. ജമീന്ദാർ അവന്റെ മാഗി വണ്ടി കടയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി. അവർക്ക് ഗ്രാമത്തിൽ മൊത്തം ആകെ നാണക്കേടായി. എന്റെ ദൈവമേ, അങ്ങനെ ഞങ്ങൾ എന്ത് പാവ ചെയ്തത്? എന്തിനാ ഞങ്ങളെ പോലെ പാവപ്പെട്ടവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? പഠിക്കാൻ വേണ്ടി പണമില്ലായിരുന്നു, അതുകൊണ്ട് സ്ഥലം അടമാനം വെച്ചു. ഒരു നല്ല ജോലി കിട്ടിയ എല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ അതും ഞങ്ങൾക്ക് സംഭവിപ്പിച്ചില്ല. ഒന്ന് സമാധാനോടെ ഇരിക്കും മോനെ, ഒന്ന് സമാധാനോടെ ഇരിക്കി. ചില നേരത്തിൽ ദൈവം ഉണ്ടോ ഇല്ലയോ സംശയമുണ്ട് അച്ഛാ. എന്തിനാ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക്? പ്രവീൺ ദേഷ്യത്തോടെ ഒരു കല്ലെടുത്തു. എന്നിട്ട് ആകാശത്തോട്ട് നോക്കി ആ കല്ല് വലിച്ചെറിഞ്ഞു. പിന്നെ ആ കല്ല് അവരുടെ ഗ്രാമത്തിനടുത്തുള്ള ഒരു കാട്ടിൽ ചെന്ന് വീണു. പിന്നെ ആ മരത്തിലുണ്ടായിരുന്ന ആ പാനയുടെ മേലിൽ ആ കല്ല് ചെന്ന് വീണു. ആ പാന പൊട്ടിപ്പോയി. പിന്നെ അതിനകത്തുനിന്നും ഒരു ആത്മാവ് പുറത്തേക്ക് വന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വരികയാണ്. ഒരു 300 വർഷമായിട്ടുണ്ടാവും. പക്ഷേ ഈ കാട്ടിനുള്ളിൽ ആരും വന്നിട്ടില്ലല്ലോ. പിന്നെ ആരാണ് ഈ കലം ഒട്ടിച്ചത്? ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ സ്വാമിജി എന്നെ വീണ്ടും അടക്കി വയ്ക്കും. മറ്റൊരു വശത്ത് പ്രവീൺ അതേ കാട്ടിൽ മരങ്ങൾ വെട്ടാനായി പോവുകയായിരുന്നു. അപ്പോ ആത്മാവ് പ്രവീണിനെ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ആത്മാവ് പതുക്കെ പ്രവീണിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ഈ വ്യക്തിയായിരിക്കും നമ്മളെ രക്ഷിച്ചിട്ടുണ്ടാവുക. കാരണം ആ സ്വാമിജി പറഞ്ഞതല്ലേ, ആര് എന്നെ രക്ഷിക്കുന്നുണ്ടോ അവരെ മാത്രമേ എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിനും എന്നെ കാണാൻ പറ്റുള്ളൂ. ആത്മാവ് പ്രവീണിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ നമസ്കാരം. ആ ആത്മാവിന്റെ ശബ്ദം കേട്ട് പ്രവീൺ ആകെ പേടിച്ചു പോയി. പിന്നെ പേടിച്ച് താഴേക്ക് വീണു. ആരാണ് നിങ്ങൾ? പിന്നെ എങ്ങനെ കാറ്റിൽ പറക്കുന്നത്? എന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരു ശല്യം ചെയ്യില്ല. ഞാൻ നിങ്ങളെ എപ്പോഴാണ് വിടിവിച്ചത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഞാൻ 300 വർഷമായിട്ട് അടങ്ങിയായിരുന്നു. ഞാൻ ആ ഒരു പാനിൻ്റെ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ ആ പാന എങ്ങനെയോ പൊട്ടിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി, ഞാനപ്പോൾ ദേഷ്യത്തിലായിരുന്നു. ശരി, നിങ്ങൾ പോയിക്കോ, ഞാൻ ജോലിയിലുള്ളത്. നീ എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്നെ കൊണ്ട് 2 ആഗ്രഹങ്ങൾ നടത്താൻ പറ്റും. സത്യാണോ? അങ്ങനെ വെച്ചാൽ ശരി. പ്രവീൺ ആ ആത്മാവിനോട് തന്റെ കഥ മൊത്തം പറഞ്ഞു. എഞ്ചിനീയറിംഗ് പഠിച്ചതു മുതൽ ജമീന്ദാർ ചെയ്തതുവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ടിട്ട്
ആ ആത്മാവ് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ മനുഷ്യനായി ഉണ്ടായ സമയത്ത് നിന്നെ പോലെയുള്ള കഷ്ടങ്ങൾ എനിക്ക് വന്നിട്ടേ ഇല്ല. നന്നായി ആ സ്വാമിജി അപ്പൊ തന്നെ എന്നെ പാനയിൽ അടച്ചത്. ഇല്ലെങ്കിൽ നിന്നെ പോലെ എനിക്ക് ഗതി വന്നിട്ടേനെ. ആദ്യം ഇതിനൊരു തീർവ് പറ. നീ ഒന്നും എനിക്ക് വേണ്ടി വിഷമിക്കേണ്ട. ശരി, എന്നാ കേട്ടോ, ഞാൻ നിനക്ക് ഒരു വരം തരാം. ഇനി നീ ഏതൊരു കാര്യം കൃഷി ചെയ്താലും അത് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നേക്കും. അങ്ങനെ വെച്ചാൽ മാഗി കൃഷിയാണോ? നീ എന്താ പറയുന്നത്? അതിൽ നിനക്ക് സംശയമുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്, നിന്റെ സ്ഥലത്ത് ഒരു കല്ല് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചു നോക്ക്. പ്രവീൺ ശരിക്കും അതുപോലെ ചെയ്തു. അപ്പൊ തന്നെ പ്രവീൺ ആ കല്ല് മണ്ണിട്ട് മൂടി. എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ചു. ആ സ്ഥലത്ത് ഒരു മരം വളർന്നു. അതിൽ മാഗി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് അവൻ അതിശയിച്ചു പോയി. ഇത് ശരിക്കുള്ള മാഗി കൃഷിയാണോ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. ഇന്നൊരു വരം എന്താണെന്ന് വെച്ചാൽ, ആരൊക്കെ നിനക്ക് നഷ്ടം തന്നിട്ടുണ്ടോ അവരെല്ലാരും നന്നായിട്ട് നിന്റെ അടുത്ത് ക്ഷമയും ചോദിക്കും. എല്ലാ ജനങ്ങളും മുമ്പാണ്. പക്ഷെ നീ അവർക്ക് കഴിക്കാൻ മാഗിയും കൊടുക്കണം. അതിനുശേഷമാണ് ഇതൊക്കെ സംഭവിക്കുക. ഞാൻ നിനക്ക് തരാനുള്ള 2 വരവും തന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പുറപ്പെടാൻ പോവാണ്. വളരെ നന്ദിയുണ്ട് സുഹൃത്തേ, എന്നെ രക്ഷിച്ചതിന്. ഇത് പറഞ്ഞിട്ട് ആ ആത്മാവ് അവിടെ നിന്ന് പറന്നുപോയി. പിന്നെ പ്രവീണിന് 2 വരം നൽകിയിട്ട് പോയി. അതിനുശേഷം പ്രവീൺ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലം വെച്ച് ഉഴാൻ തുടങ്ങി. അതിലവൻ വെള്ളം ഒഴിച്ചതും തന്നെ എല്ലാ സ്ഥലത്തും മാഗി മരം വളരാൻ തുടങ്ങി. നിന്നെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റിയത് മോനെ? ഇത്രയും മാഗി ചെടികൾ നിനക്ക് എവിടുന്ന് കിട്ടിയത്? അതിലും എങ്ങനെയാണ് മാഗി വളർന്നിരിക്കുന്നത്? നമ്മുടെ നല്ല സമയം തുടങ്ങി അച്ഛാ. നിങ്ങൾ തന്നെ കണ്ടില്ലേ ആ ജമീന്ദാറിന്റെ അഹങ്കാരം എങ്ങനെ ഞാൻ അടക്കാൻ പോയാണെന്ന്. പ്രവീൺ ആ ജമീന്ദാറിന് തന്റെ വീട്ടിലേക്ക് വന്ന് മാഗി കഴിക്കാനായി കത്തയച്ചു. അവൻ ഒരു കത്തെഴുതി അത് അവരുടെ വീട്ടിലേക്ക് അയച്ചു. നിങ്ങൾക്ക് മാത്രം ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനും കൂട്ടിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പൈസ വാങ്ങിക്കാൻ ശ്രമിക്കൂ. ആ 10 പൈസ പ്രയോജനമുള്ള ചെക്കനെ എന്ത് തിമിര് കണ്ടില്ലേ? അവൻ ഇങ്ങനെയാണോ ലെറ്റർ എഴുതിയിട്ട് എന്നെ വിളിക്കുന്നത്? ഇന്ന് അവന്റെ സമയം കഴിഞ്ഞു. ജമീന്ദാർ ദേഷ്യത്തോടെ ആ സ്ഥലത്തേക്ക് പോയി. പിന്നെ അദ്ദേഹം പ്രവീണിന്റെ വീട്ടിനടുത്തേക്ക് എത്തിയതും തന്നെ അദ്ദേഹത്തിന് മാഗിയുടെ വളരെ അത്ഭുതമായ ഒരു മണം വീശുന്നത് അനുഭവപ്പെട്ടു. എന്ത് രുചിയുള്ള മണമാണ്! ഈ പയ്യൻ ഉണ്ടാക്കുന്ന മാഗി നാട്ടുകാരെല്ലാരും കഴിക്കുന്നുണ്ടല്ലോ. ഒരു പ്രാവശ്യം നമ്മളും കഴിച്ചു നോക്കാം. മറ്റുള്ള കാര്യങ്ങൾ പിന്നെ നോക്കിയേക്കാം. ആ ജമീന്ദാർ പ്രവീൺ ചെയ്ത ആ മാഗി കഴിച്ച ഉടൻ തന്നെ ആ ആത്മാവ് അവന് നൽകിയ വരം സത്യമായി. ജമീന്ദാറിന്റെ തല ചുറ്റാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം പ്രവീൺ. പണത്തിന്റെ അഹങ്കാരം എന്റെ കണ്ണ് മറച്ചു വെച്ചു. പക്ഷെ ഇപ്പോൾ ഞാൻ മൊത്ത ഗ്രാമത്തിനു മുമ്പും ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. അതിന് പകരം നീ മൊത്ത ജനങ്ങൾക്ക് മാഗി വിരുന്ന് വെച്ചേക്ക്. ശരി, ഇതിലെനിക്ക് സമ്മതം തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെ ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ ജമീന്ദാർ പ്രേംനാഥ് പിന്നെ പ്രവീണിനോട് എല്ലാവരുടെ മുൻപിലും മാപ്പ് ചോദിച്ചു. പിന്നെ അവരുടെ സ്ഥലം അവർക്ക് തന്നെ തിരിച്ചു നൽകി. ഗ്രാമത്തിലെ ജനങ്ങൾ മാഗി കൃഷി തുടങ്ങി. ഇപ്പോൾ ആ ഗ്രാമത്തിന് മാഗി കൃഷി ഗ്രാമം എന്ന് പേര് വന്നു. ജനങ്ങൾ അവിടെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. മുകുന്ദന് പനത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ സ്വന്തമായി പനമരത്തിൽ കയറി നൊങ്ക് പറിച്ചിടും. പിന്നീട് ആ നൊങ്കെല്ലാം എടുത്ത് വ്യാപാരിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൻ്റെതായ കാശ് വാങ്ങിക്കും. ഇത് നോക്കൂ സാറേ, പനനൊങ്ക് ഇന്ന് നിങ്ങൾ കുറെ തരാൻ നോക്കൂ. മാർക്കറ്റിൽ പനനൊങ്കിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ശരി സാർ, നാളെ തൊട്ട് ഞാൻ കുറെ പനനൊങ്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. ശരി. മുകുന്ദന്റെയും മയൂരിയുടെയും ഒരേ ഒരു മകളാണ് മീന. മീന, നീ എവിടെയാ ഉള്ളത്? ഇത്രയും സമയം ഇവിടെയായിരുന്നു. ഒരുപക്ഷെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ പോയതായിരിക്കും അവൾ. പക്ഷെ നിങ്ങൾ എന്തിനാ അവളെ തേടുന്നത്? അവള് പനനൊങ്ക് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് പനനൊങ്ക് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ. അപ്പോഴാണ് മീന, ഹായ് നൊങ്ക്, ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് കഴിക്കും. ആ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. മെല്ലച്ച കഴിച്ചോളൂ. മഴക്കാലമായിരുന്നു അത്. എന്നാലും മുകുന്ദൻ പനമരത്തിൽ കയറി നൊങ്ക് പറിച്ചിടുമായിരുന്നു. അപ്പോൾ എന്തു സംഭവിച്ചെന്നാൽ 2 ദിവസം മഴ നിൽക്കാതെ പെയ്തു. ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ മഴ നിന്നേ പറ്റുള്ളൂ. നിങ്ങൾ മരത്തിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചു കയറണേ. മരത്തിലൊക്കെ മഴ കാരണം പായൽ പിടിച്ചിട്ടുണ്ടാകും. ആ, ഞാൻ ശ്രദ്ധിച്ചെന്നെ മരത്തിൽ കയറുന്നത്. ഞാൻ എന്താ പുതിയതായിട്ടാണോ കയറാൻ പഠിക്കുന്നത്? നിങ്ങൾ വലിയ ബലശാലിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ശ്രദ്ധിച്ചു കയറിയാൽ മതി.
ഓ ശരി എന്റെ ഓഫീസറേ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളാം. ദേ ഇപ്പൊ പോയി ഇപ്പൊ വരാം. ശരി. മുകുന്ദൻ പനമരത്തിൽ കേറി ഓരോരോ നൊങ്കായി പതുക്കെ പതുക്കെ പറിച്ചിട്ടു. കുറച്ചു സമയത്തിനകം ഇടിവെട്ടി. പിന്നെ പെട്ടെന്ന് മീന അവിടേക്ക് വന്നു. അച്ഛാ! മീനയുടെ ശബ്ദം കേട്ടതും മുകുന്ദന്റെ ശ്രദ്ധ തെറ്റിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം മരത്തിൽ നിന്നും താഴേക്ക് വഴുതി വീണു. ഓ അച്ഛാ! മീന നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ഗ്രാമത്തിൽ തൊട്ടരികിലുണ്ടായിരുന്ന കുറെ പേര് അവിടേക്ക് ഓടി വന്നു. കൊച്ചച്ചാ, അച്ഛൻ താഴെ വീണു. ഗ്രാമത്തിലെ ആളുകളൊക്കെ അത് നോക്കി നിന്നു. മുകുന്ദനെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചേർത്തു. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനി നമ്മുടെ കുടുംബം നമ്മൾ എങ്ങനെ നോക്കാനാ? നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്തെങ്കിലും ഒന്ന് തീർച്ചയായും നടക്കും. ദൈവം നമുക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ പുറത്തു വരാനുള്ള വഴിയും തീർച്ചയായും കാണും. പക്ഷെ എങ്ങനെ? ഇപ്പൊ ഞാൻ ഊനമായല്ലോ. ഇതിന് പകരം ആ ദൈവം എന്നെ കൊന്നാ മതിയായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം. മയൂരിയും മുകുന്ദനും ഒരുപാട് വിഷമത്തിലായിരുന്നു. അവരുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുകുന്ദനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ രണ്ടുപേരും ചേർത്ത് വെച്ചിരുന്ന മുഴുവൻ കാശും അവനെ ചികിത്സിക്കാനായി കാലിയായി. ഞാൻ എന്തെങ്കിലും ഒരു ജോലി തേടാം. നീ ജോലിക്ക് പോകാൻ പോവാണോ? നീ ജോലിക്ക് പോയാൽ പിന്നെ വീട്ടു ജോലി ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചേട്ടാ. തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും വഴിയുണ്ടാവും. ഈ വേദനയിലും തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വേണ്ട വേണ്ട, നിങ്ങൾ വിശ്രമിച്ചോളൂ. ഇല്ല മയൂരി, ഞാൻ എന്നും നിനക്ക് ഭാരമായിട്ടുണ്ടാവില്ല. ഈ അവസ്ഥയിൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. അടുത്ത ദിവസം മുതൽ മയൂരി ജോലി തേടാൻ തുടങ്ങി. അവൾ ഒരുപാട് കമ്പനികളിലും കടകളിലും ചെന്ന് കേട്ടു. പക്ഷെ എവിടെയും അവൾക്ക് ജോലി ലഭിച്ചില്ല. എവിടെയും എനിക്കൊരു ജോലി കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലും പുതിയതായി വ്യാപാരം ചെയ്യാമെന്ന് ആലോചിക്കുന്നു. പക്ഷേ എന്ത് വ്യാപാരമാണ്? എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? ഞാൻ മാർക്കറ്റിലൊരു ബക്കോട കട കണ്ടു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനും വളരെ നന്നായിട്ട് ബക്കോട ചെയ്യും. എന്തുകൊണ്ട് ഞാനും ബക്കോട വിറ്റുകൂടാ? അത് ചെയ്യാലോ. പക്ഷേ എല്ലാവർക്കും ആ കടയിലെ പക്കോടയാണ് വളരെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ വല്ല പുതിയ എന്തെങ്കിലും പക്കോട ഉണ്ടാക്കിയാലേ ഹിറ്റാവുള്ളൂ. പുതിയെന്ന് വെച്ചാൽ? അതായത് ചൈനീസ് പക്കോടയുണ്ട്. അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ എന്തെങ്കിലും പുതിയതായിട്ട്. വേറെ എന്തെങ്കിലും ഒന്ന് വെച്ചാ? മീന, നീ പറ. നിനക്ക് എന്താണ് ഒരുപാട് ഇഷ്ടമുള്ളത്? എനിക്ക് മാഗിയാണ് ഇഷ്ടം. മാഗി പക്കോട ഇട്ടാൽ എങ്ങനെ ഇരിക്കും? മാഗിയിൽ പക്കോട ചെയ്യാൻ പറ്റുമോ? ആ, അതും നല്ല ക്രിസ്പി ആയിട്ട്. നോക്കൂ മീന, പെട്ടെന്ന് ചെന്ന് ഒരു പാക്കറ്റ് മാഗി വാങ്ങിക്കൊണ്ടുവാ. മീന മാഗി വാങ്ങിക്കാനായി ചെന്നു. പിന്നെ കുറച്ചു സമയത്തിനകം 2 മാഗി പാക്കറ്റുമായി വന്നു. മീന മാഗിയെ വേവിച്ചെടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് മസാലകൾ ചേർത്ത് അതിനെ ചീനിച്ചട്ടിയിലിട്ട് പൊരിച്ചെടുത്തു. പക്കോട റെഡിയായി. മീന അവരുടെ അമ്മ ചെയ്യുന്നത് നോക്കിക്കൊണ്ടേയിരുന്നു. മീനയുടെ അമ്മ മാഗി പക്കോട ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ നിന്നും ഒരു പക്കോട എടുത്ത് മീന കഴിക്കാൻ തുടങ്ങി. ഉടനെ അമ്മ പറഞ്ഞു, പതുക്കെ പതുക്കെ, നല്ല ചൂടുണ്ട്. നല്ല രുചിയുണ്ട് അമ്മേ. വാവ്! മീന ഒരു മാഗി പക്കോട എടുത്ത് തന്റെ അച്ഛന് കൊണ്ടുപോയി കൊടുത്തു. ഇത് ശരിക്കും വളരെ നന്നായിട്ടുണ്ട്. ആ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ നന്നായിട്ട് പക്കോട ഉണ്ടാക്കുമെന്ന്. ഈ മാഗി പക്കോട മാർക്കറ്റിൽ വിൽക്കുമോ? ആഹാ, നന്നായിട്ട്. ഇത് തീർച്ചയായിട്ടും വിജയിക്കും. ഇത് കേട്ടപ്പോൾ മയൂരിക്ക് സന്തോഷമായി. കുറച്ചു ദിവസത്തിനകം തന്നെ മയൂരിയും മുകുന്ദനും കൂടി മാർക്കറ്റിൽ ഒരു മാഗി പക്കോട സ്റ്റാൾ ഓപ്പൺ ചെയ്തു. ഇതെന്താ ആന്റി? മാഗി പക്കോട? മാഗിയിൽ പക്കോടയോ? ആ, ഒരു പ്ലേറ്റ് തരൂ. ശരി ശരി, തരാമോളെ. മയൂരി ആ കുട്ടിക്ക് മാഗി പക്കോട നൽകി. വാവ്, എന്ത് രുചിയാണിത്! ഇതുവരെ ഇതുപോലെ ഒരു പക്കോട ഞാൻ കഴിച്ചിട്ടേയില്ല. ആ കുട്ടി പറഞ്ഞത് കേട്ട് വീണ്ടും ഒരുപാട് കസ്റ്റമർ അവിടേക്ക് വന്ന് മാഗി പക്കോട വാങ്ങി. ആന്റി, ഇത് വളരെ നന്നായിട്ടുണ്ട്. മുകുന്ദൻ മാഗി പക്കോട കടയിൽ മയൂരിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. കട നല്ല രീതിയിൽ പോയി. ആദ്യ ദിവസം തന്നെ മുകുന്ദനും മയൂരിയും കൂടി ഒരുപാട് കാശുണ്ടാക്കി. രണ്ടുപേരും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. ഞാൻ ആലോചിച്ചു പോലും നോക്കില്ല നമുക്ക് ഇത്രയും വരുമാനം കിട്ടുമെന്ന്. ഈ കഷ്ടത്തിലും നമുക്ക് കിട്ടിയ വളരെ സന്തോഷമായ കാര്യമാണിത്. അച്ഛാ, നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കൂ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഇതോടെ മാറും. നിങ്ങളുടെ അസുഖവും മാറും.
മുഴുവൻ കുടുംബവും നല്ല വിശ്വാസത്തോടെ ആയിരുന്നു. എല്ലാരും ഒന്നിച്ച് അതിനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മാഗി പക്കോട വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കസ്റ്റമേഴ്സിന്റെ തിരക്കും ഒരിക്കലും കുറഞ്ഞില്ല. കൂടെ തന്നെ അവരുടെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. മാഗി പക്കോട പെട്ടെന്ന് ഫേമസ് ആയി. നല്ല പണം വന്നത് കാരണം മുകുന്ദനെ നല്ല രീതിയിൽ അവർ ചികിത്സിക്കാൻ തുടങ്ങി. ചികിത്സ ചെയ്തതുകൊണ്ട് ഈ ട്രീറ്റ്മെന്റ് മൂലമായിട്ട് മുകുന്ദ് സർ നിങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് സെറ്റ് ഓഫ് സർജറി ചെയ്താൽ ശരിയാവും. കാരണം ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് നിങ്ങളുടെ ബോഡി വളരെ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് കേട്ട് മൊത്ത കുടുംബവും ഒരുപാട് സന്തോഷിച്ചു. 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മയൂരി സ്വന്തമായ ഒരു മാഗി പക്കോട സ്റ്റാൾ ആരംഭിച്ചു. മനസ്സു നിറയുള്ള സന്തോഷം കാരണം മുകുന്ദന്റെ അസുഖവും മാറി. അദ്ദേഹം പതുക്കെ പതുക്കെ ഒരു വടി പിടിച്ച് നടക്കാൻ തുടങ്ങി. വീട്ടിലുള്ളവരുടെ ആത്മവിശ്വാസം കാരണം മുകുന്ദന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹം എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ ആ മാഗി പക്കോട കാരണമാണ് സംഭവിച്ചത്. പിന്നെ അവരുടെ ആ മാഗി പക്കോട അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഷൗക്കത്ത് മിയാന് ഒരു ബിരിയാണി കടയുണ്ട്. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ അവിടെ വന്ന് ബിരിയാണി കഴിക്കും. ആ ഷൗക്കത്ത് ചേട്ടാ, ബിരിയാണി നന്നായിട്ടുണ്ടല്ലോ. നന്ദിയുണ്ട്. ബിരിയാണിയുടെ രുചി നന്നായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. ഷൗക്കത്ത് മിയ ഓരോ മാസവും 30,000 രൂപ തന്റെ അമ്മയുടെ കയ്യിൽ നൽകും. മോനെ, ഇപ്പോഴൊക്കെ നിന്റെ വരുമാനം നല്ല രീതിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് എത്ര ദിവസമായി ഈ വീട്ടിലെ ജോലിയൊക്കെ നോക്കുന്നത്. എന്നെ കൊണ്ട് തീരെ വയ്യ മോനെ. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നദീമിന്റെ കല്യാണവും കഴിപ്പിക്കാം. അയ്യോ അമ്മി, എനിക്കിന്നും കല്യാണ വയസ്സായിട്ടില്ല. ആദ്യം നിങ്ങൾ ചേട്ടന് കല്യാണം കഴിപ്പിക്കൂ. ശരി അമ്മേ, നിങ്ങൾക്ക് ഏത് പെണ്ണിന് ഇഷ്ടായിട്ടുണ്ടോ ആ പെണ്ണിന് ഞാൻ കല്യാണം അയച്ചോളാം. അങ്ങനെ പറ ചേട്ടാ. ഇതാണ് ഞാൻ നോക്കിയത് ഷൗക്കത്തേട്ടാ. ഷൗക്കത്തിന്റെ അമ്മ അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ നോക്കി. സന വളരെ പഠിച്ച പെൺകുട്ടിയാണ്. പിന്നെ അവൾ ആഹാരവും നന്നായിട്ട് ഉണ്ടാക്കും. കുറച്ചു ദിവസങ്ങൾക്കകം ഷൗക്കത്തിന്റെയും സനയുടെയും കല്യാണം കഴിഞ്ഞു. അതിനുശേഷം സന വീട്ടിലെ എല്ലാ ജോലികളും നോക്കി നടത്തി. മോനെ, നിന്റെ കൈകൊണ്ട് ചെയ്യുന്ന ആഹാരം എപ്പോഴും നല്ല രുചിയുള്ളതായിരിക്കും. അതെ ചേട്ടത്തി, പക്ഷേ ഞങ്ങൾ ചേട്ടൻ ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ചേട്ടത്തി. അതെ, അതും ശരിയാണ്. ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് ചെയ്ത ബിരിയാണി കഴിച്ചു നോക്കിയാലല്ലേ എനിക്കും അതിന്റെ രുചി അറിയാവൂ. ചേട്ടാ, ഇന്ന് എല്ലാവർക്കും നിങ്ങൾ ബിരിയാണി കൊണ്ടുവരണം. ശരി മോനെ, കൊണ്ടുവരാം. ഷൗക്കത്തിന്റെ ബിരിയാണി വളരെ രുചിയുള്ളതാണ്. അവൻ എപ്പോഴൊക്കെ ബിരിയാണി ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോഴൊക്കെ അതിന്റെ മണം ഗ്രാമം മൊത്തം മണക്കും. പിന്നെ ഉടനെ കസ്റ്റമേഴ്സ് കഴിക്കാനെത്തും. എന്താ ചേട്ടാ, ബിരിയാണി തയ്യാറായില്ലേ? ഇല്ല ചേട്ടാ, ഇനി ഒരു 10 മിനിറ്റ് ആവും. ശരി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കസ്റ്റമേഴ്സ് ഷൗക്കത്തിന്റെ ബിരിയാണിക്ക് വേണ്ടി കാത്തിരുന്ന് കഴിച്ചിട്ട് പോകും. അതുവരെ എല്ലാം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അംഷദ് ചേട്ടൻ ആവശ്യമില്ലാതെ നമ്മളുടെ അധ്വാനമാണ് നശിപ്പിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാനും വില കുറയ്ക്കാൻ പോവുകയാണ്. ഷൗക്കത്തും ബിരിയാണിയുടെ വില അധികമാക്കി 80 രൂപയാക്കി. ദിവസവും നമ്മൾ ഈ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. വരൂ, ഇന്ന് നമുക്ക് അവിടെ പോയി കഴിച്ചു നോക്കാം. ശരി. ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയ ബിരിയാണി കഴിക്കാനായി അംജത്തിന്റെ കടയിലേക്ക് പോയി. പക്ഷെ അംജത്തിന്റെ കയ്യിൽ ഒരു പുതിയ മാന്ത്രികതയുണ്ടായിരുന്നു. ഒരു വട്ടം അവന്റെ ബിരിയാണി ആരെങ്കിലും കഴിച്ചാൽ വീണ്ടും അതേ കടയ്ക്ക് അവർ തിരിച്ചെത്തും. ഇന്നലെ പോയി ഞാൻ ബിരിയാണി കഴിച്ചില്ലേ? വരൂ, നമുക്ക് അവിടെ തന്നെ പോയി കഴിക്കാം. തീർച്ചയായും ആ ബിരിയാണി മറക്കാനേ പറ്റില്ല. പതുക്കെ ഷൗക്കത്തിന്റെ കടയിൽ ആരും വരാതെയായി. ഇതൊക്കെ കുറച്ചു ദിവസം ഇങ്ങനെ നടക്കുക. അംജത്തിന്റെ കട പുതിയതല്ലേ, അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. ഷൗക്കത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ മൊത്തം വരുമാനവും ഒരുപാട് കുറഞ്ഞുപോയി. ഇപ്പോൾ വീട്ടിലെല്ലാരും വളരെ വിഷമത്തിലാണ്. എന്തുപറ്റി ഷൗക്കത്ത്? നീ എന്തിനാ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എന്തെന്ന് പറയണ്ടമ്മേ, എന്റെ കടയുടെ അടുത്ത് തന്നെ ഇന്നൊരു ബിരിയാണി കടയും വെച്ചിട്ടുണ്ട്. പയ്യെ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ കട മൂടിയിട്ട് തന്നെ വീട്ടിലേക്ക് പോണം. തീർച്ചയായും അങ്ങനെയൊന്നും നടക്കില്ല മോനെ. ദൈവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം ഇങ്ങനെ കഷ്ടപ്പാടുണ്ടാകും. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചോണ്ടിരിക്കുന്ന അമ്മേ. ഷൗക്കത്തിന്റെ വിഷമം കണ്ട് വീട്ടിലെ എല്ലാ ആൾക്കാരും ഒരുപാട് വിഷമത്തിലായിരുന്നു. അന്ന് രാത്രി സന ഷൗക്കത്തിനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു.
ഒരുപക്ഷെ വില അധികമായതുകൊണ്ട് കസ്റ്റമേഴ്സ് വേറെ കടയിലേക്ക് പോയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വില കുറച്ചു കൊടുത്തുകൂടാ? പറയൂ. നമുക്ക് എങ്ങനെ വില കുറയ്ക്കാൻ പറ്റും സന? ഒരു പ്ലേറ്റ് ബിരിയാണിന്റെ വില തന്നെ ചെലവ് 50 റുപ്യ ആവും സന. അത് നമ്മൾ 80 റുപ്യക്കാണ് വിൽക്കുന്നത്. വെറും 30 റുപ്യാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. പിന്നെ ഇതും നമ്മൾ കുറച്ചാൽ പിന്നെ വീട്ടു ചെലവൊക്കെ എങ്ങനെ നമ്മൾ നോക്കാൻ പറ്റും? എങ്കിൽ നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി ബിരിയാണി ചെയ്താൽ എങ്ങനെയിരിക്കും? എങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാമല്ലോ. ബിരിയാണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണ് വളരെ വില കൂടിയത്. അതുമാത്രല്ലാതെ ബാസ്മതി അരി എങ്ങനെ വില കുറഞ്ഞത് കിട്ടുക? പിന്നെ ബാസ്മതി അരി ഞാൻ സാധാരണ അരിയായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബസുമതി റൈസിന് പകരം വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? അങ്ങനെ വെച്ചാൽ? അതായത് മാഗി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബിരിയാണി ചെയ്ത് നോക്കിക്കൂടാ? നമ്മുടെ ചിലവും കുറയുമല്ലോ. മാഗി ബിരിയാണിയോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോഴൊക്കെ വ്യത്യസ്തമായ സാധനങ്ങൾക്കാണ് നല്ല ഡിമാൻഡ്. ഒരു വട്ടം നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നേ. ശരി, ഇപ്പൊ ഒന്നും അത്ര വലുതായിട്ട് പോകുന്നില്ല. നമുക്ക് അതും ശ്രമിച്ചു നോക്കാലോ. അടുത്ത ദിവസം ഷൗക്കത്ത് എന്നത്തെയും പോലെ ബിരിയാണി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇന്നത്തെ ദിവസം ബസുമതി റൈസിനു പകരം മാഗി ഇട്ട് ചെയ്തു. മാഗി ബിരിയാണി പെട്ടെന്ന് റെഡിയായി. അതിന്റെ ചിലവും കുറവായിരുന്നു. അതുകൊണ്ട് ഷൗക്കത്ത് വിലയും 50 രൂപയാക്കി മാറ്റി. പുറത്ത് വലിയൊരു ബോർഡും വെച്ചു. മാഗി ബിരിയാണി 50 രൂപ. അതെ, മാഗി ബിരിയാണി പറയുന്നില്ല. അതെന്താണ്? മാഗി എന്താ അറിയാ, ബിരിയാണി എന്താണെന്ന് അറിയാം. പക്ഷേ ഈ മാഗി ബിരിയാണി എന്താണെന്ന് അറിയില്ലല്ലോ. ശരി, വാ നമുക്ക് അത് കഴിച്ചു നോക്കാം. ആഹാ, മാഗി ബിരിയാണി എന്നുള്ള ആ പേര് കണ്ടതും ഒരുപാട് കസ്റ്റമേഴ്സ് അവിടേക്ക് കഴിക്കാൻ വന്നു. വാവ് വാവ്, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത് വെറും മാഗി അല്ല, ഇത് മാഗി ബിരിയാണിയാണ്. ഓ എന്റെ ചേട്ടാ, ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നന്ദി. കസ്റ്റമേഴ്സിന് ഷൗക്കത്തിന്റെ ആ ബിരിയാണി ഒരുപാട് ഇഷ്ടമായി. അന്ന് ഷൗക്കത്തിന്റെ ബിരിയാണി കടയുടെ വെളിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മാഗി ബിരിയാണി ഉള്ളത് ചേട്ടാ, അരിയുടെ ബിരിയാണിക്കാട്ടും നന്നായിട്ടുണ്ട്. ഇന്ന് മുതൽ നമുക്ക് മാഗി ബിരിയാണി കഴിക്കാം. ഷൗക്കത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ സന്തോഷ വാർത്ത തന്റെ ഭാര്യയെ അറിയിച്ചു. ഇത് കേട്ട് അവളും സന്തോഷപ്പെട്ടു. ഈ മാസം ഷൗക്കത്തിന്റെ വരുമാനം നല്ല രീതിയിലുണ്ടായിരുന്നു. ആ മാസം അവസാനം ഷൗക്കത്ത് തന്റെ അമ്മയുടെ കയ്യിൽ 40,000 രൂപ കാശ് നൽകി. ഇത്രയുമോ? അതെ അമ്മേ, സനയുടെ മാഗി ബിരിയാണിന്റെ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഡബിൾ വരുമാനമാണ് വരുന്നത്. വീണ്ടും ഒരു വട്ടം അവരെല്ലാരും സന്തോഷത്തോടെ ആയിരുന്നു. അവരുടെ കഷ്ടവും മാറി. കാരണം അവരുടെ വരുമാനം അധികരിച്ചു. മാഗി ബിരിയാണി ഫേമസ് ആയി.